ഉത്തരവാദിത്ത സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യയെ സതീശനും കൂട്ടരും കൂടിയിട്ട് ബോധം കെടുത്തിയിട്ട് അവിടുന്ന് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞിട്ട് അഭി മണ്ഡപത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് നവ്യയെ കാണുന്നില്ല. എല്ലാവരും എല്ലാ സ്ഥലത്തും നോക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും നവ്യയില്ല എന്നുള്ള സത്യം മനസ്സിലാവുകയാണ്. അത് കഴിഞ്ഞ് ജലജ പറയുന്നുണ്ട്, പലരുമായിട്ടുള്ള ബന്ധമുള്ള അവൾക്ക് ആരുടെയെങ്കിലും കൂടെ പോകാനാണോ ബുദ്ധിമുട്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേട്ടോ. നവ്യ ആരുടെയോ കൂടെ പോയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജലജ ചെയ്യുന്നത്. അഭി എന്തോ ചെയ്തു വെച്ചിട്ടാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള കാര്യം ജലജയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ മകൻ താൻ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം തന്നെ നടത്തി തന്നു എന്നുള്ളൊരു സന്തോഷവും ജലജയ്ക്കുണ്ട്. എന്തായാലും ഇന്ന് കല്യാണം മുടങ്ങുന്നുള്ള ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലൊക്കെയാണ് ജലജയുള്ളത്. അത് കഴിഞ്ഞ് ആദർശ് നയനും കൂടിയിട്ട് നവ്യയെ എല്ലായിടങ്ങളിലും നോക്കുന്നുണ്ട്. നവ്യ ആരുടെ കൂടെ പോയതാണെന്നൊക്കെ ആദർശ് ചോദിക്കുന്ന സമയത്ത് ആരുടെയും കൂടെ പോയതല്ല, ആരാണ് ഇവിടുന്ന് കൊണ്ടുപോയത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആദർശേട്ടൻ ചെന്നിട്ട് അപ്പച്ചിയോടും അഭിയോടും ചോദിച്ചാൽ മതി എന്നും കൂടി നയന പറയാണ് കേട്ടോ. ഇതിൻ്റെ പിന്നിലെല്ലാം അഭിയാണ് കളിച്ചത് എന്നുള്ള സത്യം നയനയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ മണ്ഡപത്തിലിരിക്കുന്ന എല്ലാവരെയും ഈ വിവരം അറിയാണ് നയന. അത് കഴിഞ്ഞ് മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ അറിയാണ് നവ്യയെ അവിടെ കാണാനില്ല എന്നുള്ള സത്യം. എന്ന് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ അഭിക്കും പങ്കുണ്ട് എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവൾ എന്തായാലും ഒരു ദിവസം തിരിച്ചു വരുമല്ലോ. തിരിച്ചു വരുന്ന സമയത്ത് അവളെ കൊണ്ടുപോയ ആ കേസിനകത്ത് എന്തെങ്കിലും ഒരു പങ്ക് അഭിക്കുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പേരക്കുട്ടിയെ ഈ തറവാടിന് ആവശ്യം ഉണ്ടാവില്ല എന്നും ഇവിടുന്ന് ഞാൻ പുറത്താക്കും, അനന്തപുരി തറവാട്ടിൽ ഇനി അമ്മയും മോനും ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കി പറയാണ് കേട്ടോ. എന്തായാലും അഭിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള സത്യം അധികം വൈകാതെ അറിയുകയും ചെയ്യും. അഭിയുടെയും ജലജയുടെയും സ്ഥാനം ഇനി അനന്തപുരിക്ക് പുറത്താവുകയും ചെയ്യും.